എല്ലാ ന്യൂ ഇയറിനും പതിവ് പോലെ ചില പുതിയ തീരുമാനങ്ങളും പ്രതിജ്ഞകളുമൊക്കെ എടുക്കുന്ന പതിവ് നമുക്കുണ്ടല്ലോ. അങ്ങനെയല്ലേ? ഇത് പൊതുവെ ഒരു ശീലമാണ്. ഇനി മുതൽ ഫിറ്റ്നസ് ശ്രദ്ധിക്കും, വ്യായാമം ശ്രദ്ധിക്കും, ഭക്ഷണം ക്രമീകരിക്കും, അധികം പണം ചിലവാക്കില്ല, അനാവശ്യമായ ടെൻഷൻസ് അടിക്കില്ല എന്നിങ്ങനെ പല പല റെസൊല്യൂഷൻസും നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ വളരെ രസകരമായ കാര്യം എന്തെന്നാൽ ഇങ്ങനെ റെസൊല്യൂഷൻസ് എടുക്കുന്നവരിൽ വെറും 8% ആളുകൾ മാത്രമാണ് അവരുടെ ഈ തീരുമാനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതും. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മൾ എടുക്കുന്ന ഈ റെസൊല്യൂഷൻസ് നടപ്പിലാക്കൽ അല്ലെങ്കിൽ അത് കഴിയാതെ പോകുന്നത്, അത് നടപ്പിലാക്കാൻ സാധിക്കാതെ പോകുന്നതിന് എന്തൊക്കെയോ ചില കാരണങ്ങളുണ്ട്. പെട്ടെന്ന് റിസൾട്ട് വരണമെന്ന് വാശി പിടിക്കലാണ് പലരും. പെട്ടെന്ന് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ പരിശ്രമം അവിടെ അങ്ങോട്ട് ഉപേക്ഷിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനില്ല. ഈ പ്ലാനിങ്ങിൻ്റെ അപര്യാപ്തതയാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ കാണിക്കുന്ന മടിയാണ്. ഒരു പ്ലാനും ഇല്ലാതെ ഞാൻ എല്ലാം ചെയ്യുമെന്ന് വിചാരിച്ചാൽ മാത്രം പോരാ, കൃത്യമായ ഒരു പ്ലാനിങ് കൂടി വേണം. അടുത്തൊരു പ്രധാനപ്പെട്ട കുഴപ്പം കാണുന്നത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഒരേ സമയം എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. മെല്ലെ മെല്ലെ ഓരോന്നായി സമയമെടുത്ത് വേണം സെറ്റാക്കി എടുക്കാനായിട്ട്. ഒരുപാട് നാളായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന വളരെ ഡീപ്പായിട്ടുള്ളൊരു ശീലം അല്ലെങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് മാറ്റാൻ ശ്രമിക്കരുത്. അത് വലിയ പാടാണ്. ഒരുപാട് നാൾ നമ്മുടെ ഭാഗമായിരുന്ന ഒന്നിനെ പെട്ടെന്ന് അങ്ങനെ പറിച്ചു മാറ്റാനൊന്നും അങ്ങനെ സാധ്യമൊന്നുമല്ല. അതിന് നമ്മൾ ശ്രമയോടെ പരിശ്രമിക്കണം. അതുപോലെ തന്നെയാണ് ഒരു പുതിയ കാര്യം നമുക്ക് വഴങ്ങി വരുന്നതും. നമ്മളെടുക്കുന്ന ഈ സീരിയസ് ആയിട്ടുള്ള പ്രതിജ്ഞകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സ്വയം മനസ്സിനെ ധരിപ്പിക്കുകയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യണം. നമ്മളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി സ്മാർട്ട് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം. ഈ സ്മാർട്ടിൻ്റെ സ്പെല്ലിംഗ് എന്ന് നോക്കാം. SMART. ഓരോ വാക്കുകൾക്കും അക്ഷരങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. എസ്സിന് സ്പെസിഫിക്, വ്യക്തതയുള്ള കാര്യങ്ങളായിരിക്കണം. മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, അതങ്ങ് അളക്കാൻ പറ്റുന്നവയായിരിക്കണം. അച്ചീവബിൾ, സാധ്യമാകുന്ന കാര്യങ്ങളായിരിക്കണം. റിയലിസ്റ്റിക്, പ്രായോഗികമായിട്ടുള്ള കാര്യമായിരിക്കണം. ടൈം, സമയബന്ധിതമായ കാര്യമായിരിക്കണം. അങ്ങനെ ഒരു പ്ലാൻ അത്ര ചിട്ടയോടുകൂടി നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നമ്മുടെ പുതുവത്സരത്തിൽ, പുതിയ വർഷം നമ്മൾ വരവേൽക്കുന്ന സമയത്ത് നമുക്കത് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ തീരുമാനിച്ച എത്ര കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞ വർഷം വെച്ചിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ വർഷം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു സ്മാർട്ട് പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോവുക. ഇനി നമ്മുടെ ഈ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ മസ്റ്റായിട്ടും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. നമ്പർ 1, കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ തീരുമാനമായിട്ട് എടുക്കേണ്ടത്. നമ്മളെല്ലാവരും കംഫർട്ട് സോണിലാണ്. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ എടുക്കേണ്ട തീരുമാനം. അവിടെ നിന്ന് പുറത്തിറങ്ങി പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ മനസ്സിന് ധൈര്യം കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവണം. പുതിയൊരു വർഷത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. ശരിക്കും നമ്മളെല്ലാവരും പുതിയ വർഷത്തെ വരവേൽക്കണം. എന്ത് സംഭവിക്കും, എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. എങ്കിലും നമ്മൾ കുറേ തീരുമാനമുണ്ട്. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള പുതിയൊരു അവസരമായിട്ടാണ് നിങ്ങളിതിന് നമുക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്. അതിനെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതം പലപ്പോഴും ജോലി, വീട്ടിലേക്കുള്ള വഴി എന്നിങ്ങനെയുള്ളതിലേക്ക് ഒതുങ്ങി അങ്ങ് പോവുകയാണ്. ആ ഇടങ്ങളിൽ കറങ്ങി നമ്മുടെ ജീവിതം തേഞ്ഞു തീരും. നമ്മൾ പലപ്പോഴും അറിഞ്ഞും അല്ലെങ്കിൽ അറിയാതെ അങ്ങോട്ട് പോവുകയാണ്. അതാണ് സത്യം. വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നതും നമ്മുടെ യൗവനം ഇല്ലാതാകുന്നതും തിരക്കിനിടയിൽ നമ്മളങ്ങ് മറന്നു പോകും, അല്ലെങ്കിൽ അത് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഈ വർഷം ചുരുങ്ങിയത് 2 പുതിയ സ്ഥലങ്ങളെങ്കിലും കാണുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒറ്റയ്ക്കായിട്ടോ ഫാമിലി ആയിട്ടോ എങ്ങനെയെങ്കിലും ഒരു പുതിയ ട്രിപ്പിന് പോവുക. ഇനിയുള്ള സമയമെങ്കിലും ആരോഗ്യം ശ്രദ്ധിക്കാൻ തീരുമാനമെടുക്കുക. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്നും നമ്മൾ മനസ്സിനെ ഭാഗപ്പെടുത്തിയെടുക്കുക. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും നമ്മുടെ ശീലങ്ങളിലും ആരോഗ്യ പരിപാലനത്തിലുമൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഈ പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ പാടെ ഒഴിവാക്കുകയും അതിനി ഞാൻ ആവർത്തിക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കാൻ മാത്രം പോരാ. അത് അങ്ങനെ പ്രതിജ്ഞ എടുക്കുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി ചെറിയ ശ്രമങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. ഈ ലഹരി വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിലും ഉണ്ടാക്കുന്ന ദൂഷ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി ഉറക്കവും പ്രധാനമാണ്. കൃത്യസമയത്ത് ഉറങ്ങുന്നതും കൃത്യസമയത്ത് ഉണരുന്നതും ഒരു പുതിയ നല്ല ശീലമായിട്ട് എടുക്കുക. പക്ഷേ ഇതൊക്കെ വർഷം മുഴുവൻ പാലിക്കാനായിട്ടും ശീലിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ മനസ്സിനും ശരീരത്തിനും
ആരോഗ്യം നൽകുന്ന നല്ല ശീലങ്ങൾ, കാര്യങ്ങൾ നമുക്ക് പരിശീലിക്കാം. ഒരുപാട് നേരം ഇരുന്നുള്ള ജോലി നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ജോലിയുടെ ഭാഗമായി പലരും കൂടുതൽ സമയം ഇരിക്കലാണ്. ഇരിപ്പിന് ചെറിയ ഇടവേളകൾ നമ്മൾ കൊടുക്കണം. ആ ബ്രേക്കിൽ ചെറിയ നടത്തങ്ങളോ ചെറിയ വ്യായാമങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ദിവസത്തിൽ 1 മണിക്കൂർ വ്യായാമം, ശരീരത്തിൻ്റെ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ പരിശീലിച്ച് പോസിറ്റീവായി പുസ്തകങ്ങൾ വായിച്ച് നമ്മുടെ ആരോഗ്യത്തെ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ നമ്മൾ പരിഗണനയോടെ, അത് വലിയൊരു മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യണം. ഈ ന്യൂ ഇയർ ആകുന്നവരെ ഇത് കാത്തിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇപ്പോഴേ തുടങ്ങിക്കോ. എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ എപ്പോഴും പുതുമയുണ്ടായിരിക്കണം. നമ്മളെപ്പോഴും പുതുമ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ പുതിയ പുതിയ വസ്ത്രങ്ങൾ ഇടുന്നത്, പുതിയ പുതിയ രീതികളും പുതിയ പുതിയ ഇടങ്ങളും ഒക്കെ തേടി പോകുന്നു. അതുകൊണ്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക. വരുന്ന വർഷം പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനായിട്ട് നമ്മൾ സമയം പ്രയോജനപ്പെടുന്നു. പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കണം. പുതിയൊരു തൊഴിൽ പഠിക്കുക, ഒരു ബിരുദം നേടുക, പാചകം പഠിക്കുക, ഒരു നല്ല ശീലം പഠിക്കുക, ഒരു പുതിയ ഭാഷ പഠിക്കുക. അങ്ങനെ പുതിയതായി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ. ഓരോരുത്തരും ടേസ്റ്റ് ഡിഫറൻ്റാണ്. അതനുസരിച്ചിട്ട് അവരവരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക. അതിലെന്തെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുമെന്ന് അങ്ങോട്ട് തീരുമാനം ഉറപ്പിക്കുക. ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കാം. അത് പാട്ടോ ഡാൻസോ ഇൻസ്ട്രുമെൻ്റലോ മാർഷൽ ആർട്സോ സ്പോർട്സോ അങ്ങനെ യോഗയോ ഗാർഡനിങ്ങോ അങ്ങനെ എന്തും നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ മനസ്സിൽ കൊണ്ടുവരിക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉറപ്പായും അത് നമുക്ക് സന്തോഷം തരും. സന്തോഷമുള്ള ഹൃദയം മനസ്സിനും ശരീരത്തിനും ശക്തമായ എനർജി ഇങ്ങനെ പടർത്തിവിടും. അവനവന് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കുക. അവനവനെ സ്നേഹിക്കുന്നതിന് ഈ സെൽഫിഷാണെന്ന് പറയാനൊന്നും പറ്റില്ല. സെൽഫ് ലവ് ആണത്. അവനവന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അവനവന് സുഖം തരുന്നതിൽ ശ്രദ്ധിക്കാൻ, അവനവൻ്റെ സൗന്ദര്യം ഒന്ന് സംരക്ഷിക്കാനൊക്കെ അല്പം സമയം നീക്കിയൊക്കെ വെക്കണമെന്നേ. ജീവിതകാലം മുഴുവൻ ഈ മറ്റുള്ളവരുടെ സംതൃപ്തി ഉറപ്പുവരുത്തി നമ്മളുടെ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ചിട്ട് ജീവിച്ചിരുന്ന കാര്യമായിരിക്കുന്നത്. ഒന്നും നേടിയില്ല, ആസ്വദിച്ചില്ല എന്ന തോന്നൽ നമുക്ക് പിന്നീടുണ്ടാവരുത്. ഈ നിമിഷം ആസ്വദിക്കുക. അതിന് നല്ല കാലത്ത് തന്നെ അവനവനെ വേണ്ട വിധത്തിൽ പരിഗണിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണം. അങ്ങനെ അവനവന് വേണ്ടി വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാൻ ഇനി ഈ വർഷം ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ജോലിയിൽ നിന്ന് കുറച്ച് സമയം മാറ്റിവെച്ച് സന്തോഷത്തിനായി സമയം കണ്ടെത്താനായിട്ട് നമ്മൾ സാധിച്ചേ പറ്റൂ. ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ, ഗാർഡനിങ്ങിലൂടെ, ഡയറി എഴുതുന്നതിലൂടെ, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിലൂടെ ഒക്കെ മനസ്സിന് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുമായിട്ടുള്ള നമ്മുടെ സമയം ലൈഫിലെ വില്ലനാകുന്നത് നമ്മളൊന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, TV, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയവയൊക്കെ ആവശ്യമില്ലാതെ അമിതമായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് ഒരു ഗുണവുമില്ല. അതിനൊക്കെ കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് സ്വയം ഒന്ന് മനസ്സിൽ തീരുമാനമെടുക്കാം. ഈ നിയന്ത്രണം കൊണ്ട് സന്തോഷം മാത്രമല്ല, പ്രൊട്ടക്റ്റീവായ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആ സമയം കൊണ്ട്. അതുപോലെ നമ്മുടെ രീതികളിലും ശീലങ്ങളിലും നല്ല മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ശ്രമിക്കണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പണം മാറ്റി വെക്കുക. ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അതൊരു സേവിങ്സ് ആയിട്ട് ഉപയോഗപ്പെടുത്തുക. സെൽഫ് ഡിസിപ്ലിനും അതുപോലെ ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഒക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെയൊക്കെ പ്ലാനിങ് മാത്രം പോരാ, ഇതൊക്കെ നടത്താൻ പറ്റുന്നുണ്ടോ എന്നുകൂടി നോക്കണം. ഒരു ചെറിയ മാറ്റം പോലും പിന്നീടുള്ള വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്നതാണ് സത്യം. ഒരു ദിവസം കൊണ്ട് എല്ലാം പെർഫെക്റ്റായി ചെയ്യാമെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചാൽ അത് മണ്ടത്തരാണ്. ഇന്നൊരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് തീരുമാനിക്കുക. അടുത്ത ദിവസം ആ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ പോസിറ്റീവായി ഒരുപാട് മാറ്റങ്ങളിലൂടെ തുടക്കം കുറിക്കുന്നതിലൂടെ നമുക്കൊരു വർഷം ആരംഭിക്കും. അത് നന്നായി ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി മുതൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്താൽ മാത്രം പോരാ, അതെല്ലാം റിയാലിറ്റി ആക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ.